Head, shoulder, knees, nose, eyes, head, shoulder, knees, couple. വാർഷിക സമ്മേളനം ആരംഭിക്കുകയാണ്. വിളിക്കപ്പെടുന്നവരെല്ലാം ഈശോയുടെ നിയോഗ വഴിയിലൂടെ ഇടവക ദേവാലയം 8 വിശുദ്ധരുടെ പേരിലുള്ള കൂട്ടായ്മകളാൽ ഒരുമിച്ച് ചേർക്കപ്പെട്ടതാണ്. ഒറ്റച്ചരടിൽ കോർത്ത മുത്തുമണികൾ പോലെ ഈ 8 വിശുദ്ധർ നമ്മെ പരിപാലിക്കുന്നു. ഉലകിൻ നാദിയേ ഇരുളിൻ വീഥിയിൽ തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനേ ഉലകിൻ നാദിയേ ഇരുളിൻ. ദൈവം എല്ലാ മനുഷ്യരിൽ നിന്നും പ്രത്യേകമായി തെരഞ്ഞെടുത്തത് എന്നെയാണ്. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെയുള്ള കാലം മാർ ഫ്രാൻസിസ് പാപ്പ കല്യാണ
എന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും മോലഞ്ഞാലി ഇനി കാത്തും പെണ്ണാൾക്ക് പാലിയും കൊണ്ടേ വായും. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. എന്നെ നോക്കിക്കേ, ഞാനാണ് ഒന്നാമൻ. എന്നെ എല്ലാവരും തന്തവൻ എന്ന് വിളിക്കും. അപ്പോൾ ഞാനാണ് രാജാവ്. അല്ലല്ല, ഞാനാണ് രാജാവ്. എന്നെ എല്ലാവരും ചൂണ്ടിക്കാണിക്കും. അപ്പോൾ ഞാൻ അയ്യോ നീ ആര് ഇടേണ്ടാവിതോ രക്ഷപ്പെടുത്തണമെന്നുള്ള ചിന്ത ഈ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം ഈ കുഞ്ഞുങ്ങൾ വളരെയധികം പരിശ്രമിക്കുകയും പഠിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിനും ഏതാണ് പുതിയതായിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കുന്നതിനും അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ വളർച്ചയുടെ ഘട്ടത്തിലാണ് കുളമാവ്. ഒരു ചെറിയ കമ്പൊടിക്കുവാൻ വളരെ എളുപ്പമാണ്, എന്നാൽ വലിയ കമ്പുകളുടെ കൂട്ടം ഒടിക്കുവാൻ വിഷമമാണ്. ശക്തിയാണ്. ഏത് നല്ല കാര്യവും ചെയ്യുവാൻ നമുക്ക് ശേഷിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്, നാം നിൽക്കുന്നിടത്ത് നിൽക്കണമെങ്കിൽ തന്നെ വേഗത്തിൽ ഓടണമെന്ന്. അപ്പോൾ നമ്മൾ ഇതിലും പുരോഗതി പ്രാപിക്കണമെങ്കിൽ വളരെ വേഗത്തിൽ ഓടേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഈ അവസരത്തിൽ ഈ മനോഹര മംഗള കർമ്മം ഉദ്ഘാടനം ചെയ്യുവാൻ എന്നെ ചുമതലപ്പെടുത്തി സ്മിത ടീച്ചർ എന്നെ പറ്റിക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയാം. മദറിന് വയ്യെങ്കിലും ഇവിടം വരെ വന്നെത്തണമെന്ന് പറഞ്ഞു. ഉദ്ഘാടനം ചെയ്യണമെന്നും പ്രസംഗം പറയണമെന്നും ഡോക്ടർ സിസ്റ്ററിനോടും എന്നോടും ഇവിടെ വെച്ചാണ് പറഞ്ഞത്. എന്നിരുന്നാലും സ്നേഹത്തോടെ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഇന്ന് രാവിലത്തെ പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ കൂടെ ആയിരിക്കുക, കൂടെ എന്ന പദത്തിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ. ഇവിടുത്തെ കുട്ടികൾ, ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുവാനും നല്ല സാമ്പത്തികം മുടക്കാനും ഉണ്ടെങ്കിൽ ഇവരെന്തൊരു കഴിവിൻ്റെ ഉടമകളായിരിക്കുമെന്ന് ഞാൻ ഓർക്കുകയാണ്. വർഷങ്ങൾ ഡാൻസ് പഠിച്ചവരേക്കാൾ വളരെ സാമർഥ്യത്തോടെ നമ്മുടെ കൊച്ചു മാലാഖമാരും കൊച്ചുകുട്ടികൾ എല്ലാവരും വളരെ മനോഹരമായി നടത്തി. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കളിച്ച ഒരു കുറത്ത് ഡാൻസ് പോലെ ഒരു ഡാൻസ് ഇവിടെ കണ്ടു. സഹോദരങ്ങളാണ് അവർ. എത്ര മനോഹരമായിട്ടായി ചെയ്തു. അതിനൊരു കുറവും ഞാൻ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാനും ഒരു 10 വർഷം ഡാൻസ് പഠിച്ച ആളായതുകൊണ്ട് ഡാൻസിനോട് എനിക്ക് വലിയ കമ്പമുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു മുദ്ര പോലും തെറ്റിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെടും. ഒരു കാലത്ത് ഡാൻസിനൊക്കെ മാർക്കിടാൻ പോയിരുന്ന കാലഘട്ടമുണ്ട്.
അപ്പോഴൊക്കെ ഇത് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് കുളമാവിലെ കുട്ടികൾ മിടുക്കരാണ്, സമർത്ഥരാണ്. ഇവർക്ക് ഇനിയും നല്ല ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അലിവു തോന്നണേ പാപിയാടു ഞാൻ, നാദ പാപിയാടു ഞാൻ. കടന്നുപോയി 1000 മൊട്ടുകൾ പൂക്കളായി, 1000 പൂക്കൾ കൊഴിഞ്ഞു പോയി. എനിക്കിനിയൊരു ജന്മം കൂടി, ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. എല്ലാവരും കൈയടിച്ചേ. ജോഡി കല്ലേരി വേണ്ടി വാദരിയേറിയ മാല നിന്നെ ചക്കട ചോള കണക്കില് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊട കുടുങ്ങട് നെഞ്ചിലടി, കിടി കുടുങ്ങട് നെഞ്ചിലടി. കകിരി കൊണ്ടത് ചുവട് വെക്കുമ്പോ താളം പോണൊരു പോക്കടി, താളം പോണൊരു പോക്കടി. കാവടി കിടന്നാടാണ് ഒരു കാലിളകിയ ചേലി, കാലിളകിയ ചേലി. കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറു പുഞ്ചിരി, ചെറുചിരി ചെറു പുഞ്ചിരി. കരളിലൊരു കാവടി പൂക്കാവടി കിടന്നാടൻ, കാവടി കിടന്നാട്. തലതെറിക്കണ കുറ്റാണോ, തലതെറിക്കണ കുറ്റാണോ. വിളിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിട്ടല്ല ഞാൻ മേലെ വെണ്ടടി പിന്നായും, വെണ്ടടി ഞാനൊരു പിന്നായും. ചാത്തുളി മുന തുള തുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ. കാലിടരണു വൈകരിയണ കിതി കുട്ടിങ്ങനും നെഞ്ചിലെ, കിതി കുട്ടിങ്ങനും നെഞ്ചിലെ. കരണ കണ്ണര കണ്ണാരെ രാര കണ്ണര കണ്ണാര, രാര കണ്ണര കണ്ണാര, കരണ കണ്ണര കണ്ണാരെ രാര രാര കണ്ണാര, രാര രാര കണ്ണാര, രാര രാര കണ്ണാര, രാര രാര കണ്ണാര.
30 വെള്ളിക്കാശിന് വേണ്ടി 30 വെള്ളിക്കാശിന് വേണ്ടി ഞാൻ എൻ്റെ കുരുവിനെ ഒറ്റിക്കൊടുത്തു. ഞാൻ എൻ്റെ കുരുവിനെ ഒറ്റിക്കൊടുത്തു. ഇതിനാണ് ഞാൻ, ഇതൊക്കെ തറയാണ് എൻ്റെ ഉള്ളിലുള്ളത്. സഹിക്കാൻ പറ്റുന്നില്ല. കാശ്, ഇത് കാശാണ്, ഇതെന്റെ കാശാണ്. 30 കാശ് കാശാണ് എല്ലാത്തിനും അമ്മരുതാകാം. ഗുരു അപ്പൊ എനിക്ക് ആരാണ്? ഗുരുവില്ലേ? എന്റെ ഗുരുവിനല്ലേ ഞാൻ ഒറ്റിക്കൊടുത്തത്? ഗുരുവോ? കാശല്ലേ വലുത്? ഗുരുവിനേക്കാൾ വലുത് കാശാണ്. കാശ് കഴിഞ്ഞിട്ട് കണ്ടു ബാക്കിയെല്ലാം. ആണോ? കാശ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം? അല്ല, കാശല്ല. എന്റെ ഗുരുവാണ്, എനിക്ക് എന്റെ ഗുരുവാണ് വലുത്. എന്റെ ഗുരുവിനെ ഞാൻ ഒറ്റിക്കൊടുത്തു. ഇല്ല, എനിക്കിനി ഒരു ജീവിതമില്ല. ഇതാ നിങ്ങളുടെ കാശ്. ഇഷ്ടപ്പെട്ട കൈയടിക്കാം കേട്ടോ. ഇഷ്ടപ്പെടാത്തൊരു കൈയടി ഞാൻ വിശ്വസിക്കുന്നു. Alamete Habib andale Alamete Habibo Alamete Habibo Alamete Habibo, Alamete
Happy Vandale, Halamati, Habibu, Halamati, Happy Vanda, Halamati, Habibu, Halamati, Happy Vandale, Halamati, Habibu, Halamati, Habibu. കർഷകനായി ഒരു നടക്കുന്നില്ല. പിന്നെയും പിന്നെയും പോക്കാൻ ശ്രമിച്ചു. നടക്കുന്നില്ല. രാമൻകുട്ടി വഴിയെ പോയവരെ എല്ലാവരെയും സഹായത്തിന് വിളിച്ചു. ആരും വന്നില്ല. അവസാനം കുടുംബശ്രീ യൂണിറ്റിൽ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ സഹായത്തിന് വിളിച്ചു.
മരമെത്തി. അവർ അവരുടെ സ്ഥിരം പണി തുടങ്ങി. അത് കണ്ട് ദേഷ്യം വന്ന രാമൻകുട്ടി മരത്തെ ഒറ്റയ്ക്ക് പിടിച്ചു പോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, മരം നേരെ നിന്നു. ഇത് കണ്ട തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ രാമൻകുട്ടിയോട് നോക്കുകൂലി ആവശ്യപ്പെട്ടു. പോക്കറ്റില്ലാത്ത ബനിയൻ ധരിച്ച രാമൻകുട്ടിയുടെ പോക്കറ്റ് വരെ കീറിയിട്ടാണ് പെണ്ണുങ്ങൾ പോയത്. രാമൻകുട്ടി പിന്നീട് ഒന്നും ആലോചിച്ചില്ല. മരത്തിന് ഫാക്ടംബോസ് 2020 സെപ്റ്റംബർ 14 നൽകി. മരം തഴച്ചു വളർന്നു. ഇത് കണ്ട് രാമൻകുട്ടിക്ക് സന്തോഷം വന്നു. സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെയും എടുത്തു. രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം. കാരണം മരം ഒരു വരമാണ്. അവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ ഇരുന്നു തിന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കാഴ്ച കണ്ടത്. രാഘവൻ വരുന്നു. മരം മുറിക്കൽ ഹോബിയാക്കിയ, അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവല്ലേ? മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റല്ലേ? അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേറ്റമായി. അത് പിന്നെ അടിയിൽ കലാശിച്ചു. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കംപ്ലീറ്റ് അടിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സലിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടിച്ചു. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. കെട്ടിപ്പിടിക്കൽ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് ചില്ലകൾ താഴ്ത്തി. മരത്തെ രക്ഷിച്ച ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനിക്കോണം കാണിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളും വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു. കോൾ കട്ടായി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല. രാമൻകുട്ടിയുടെ മരം ആടി ഉലഞ്ഞു. രാമൻകുട്ടി ദൈവത്തോടായി വീണ്ടും പറഞ്ഞു. മരം ഒരു വരമാണ്. മരത്തെ ഒന്നും ചെയ്യരുത്. വരം കിട്ടിയതുപോലെ രാമൻകുട്ടി തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് മരത്തെ താങ്ങി നിർത്തി. ചൂണ്ടുവിരൽ വളഞ്ഞ് ചൂണ്ട പോലെയായി. ഇനി മീൻ പിടിക്കാൻ കൊള്ളാം. അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. രാമൻകുട്ടി അടിയിലും മരം മുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിനു മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു. താനേ
തന്നാനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ പത്രോസും കൂട്ടുകാരും മല വീശാൻ പോയ നേരം മലയിലാണേൽ മീനുമില്ല മനസ്സിലാകെ നോവാണ്. പത്രോസും കൂട്ടുകാരും മല വീശാൻ പോയ നേരം മലയിലാണേൽ മീനുമില്ല മനസ്സിലാകെ നോവാണ്. തന്നാനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ ആഴിയിലെ വല ഭാഗത്ത് വല വീശു പത്രോസേ വീശു നേരം ശിഷ്യർ കണ്ടു പെരുപെരുത്ത മീൻകൂട്ടം. ആഴിയിലെ വല ഭാഗത്ത് വല വീശു പത്രോസേ വീശു നേരം ശിഷ്യർ കണ്ടു പെരുപെരുത്ത മീൻകൂട്ടം. തന്നാനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ മതിലമ്പാടിക്കാം കൂട്ടുകാരെ അണിയണിയായി വന്നിടുവിൻ രക്ഷ നേടാം മോക്ഷം നേടാം സാക്ഷികളായി തീർന്നിടാം. മതിലമ്പാടിക്കാം കൂട്ടുകാരെ അണിയണിയായി വന്നിടുവിൻ രക്ഷ നേടാം മോക്ഷം നേടാം സാക്ഷികളായി തീർന്നിടാം. തന്നാനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ തന്താനേ താനേ തന തന്താനം താനേ. എന്റെ ചങ്കാടന്റെ യേശു ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു തീയണക്ക എന്റെ നെഞ്ചിലെ തീയണക്ക നെഞ്ചു തോന്നു തന്നു എന്നെ വീണ്ടെടുത്തേശു ചങ്കാടൻ എന്റെ ചങ്കാടന്റെ യേശു ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു തീയണക്ക എന്റെ നെഞ്ചിലെ തീയണക്ക നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാടൻ എന്റെ ചങ്കാടൻ ചങ്കാടൻ എന്റെ ചങ്കാടൻ യേശു ചങ്കാടൻ എന്റെ ചങ്കാടൻ ചങ്കാടൻ എന്റെ ചങ്കാടൻ യേശു. എന്നു ദീപമായി കൂടെയില്ലേ ആകുലവേളകളിൽ എന്നു ആശ്വാസമേയവല്ല ൂരിരുളിൽ എന്നു ദീപമായി കൂടെയുള്ളേ ആകുലവേളകളിൽ എന്നു ആശ്വാസമേയവല്ല ചങ്കാടൻ എന്റെ ചങ്കാടന്റെ യേശു ചങ്കിലെ ചോര തന്നു എന്നെ സ്നേഹിച്ചവനേശു തീയണക്ക എന്റെ നെഞ്ചിലെ തീയണക്ക നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തെന്റെ യേശു ചങ്കാടൻ എന്റെ ചങ്കാടൻ
നമ്മളോട് എല്ലാ കാര്യത്തിനും നമ്മളോട് സഹകരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു നല്ല സന്ദേശം നൽകി നമ്മുടെ ഈ വാർഷികം ഉദ്ഘാടനം ചെയ്ത മദറിന് ഏറ്റവും ഹൃദ്യമായ ഭാഷയിൽ സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വന്തം ഡോക്ടറമ്മയാണ് നമുക്ക് നല്ലൊരു സന്ദേശം നൽകി നമ്മളെ എല്ലാവരെയും കുടുംബ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തിന്റെ പ്രത്യേകത ഒക്കെ പറഞ്ഞു തന്ന് നമുക്ക് നല്ലൊരു സന്ദേശം നൽകിയ ഡോക്ടർ നമ്മുടെ കൊളമാവിന്റെ സ്വന്തം അമ്മയ്ക്ക് കുടുംബ കൂട്ടായ്മ പേരില് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഈ വാർഷികം ഇത്രയും മനോഹരമാക്കിയത് ഒരുപാട് പേരുടെ കഠിനാധ്വാനമാണ്. നമ്മുടെ വാർഡ് പ്രതിനിധി സ്മിത സിജുവിനെ സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്മിതയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ടിൻഡു ഇടയാല്, ഷാൻഡി കുഴിഞ്ഞാലില്, മിനി പാറയില്, വർഗീസ് പല്ലാങ്കല്, ലിസി പല്ലാങ്കല്, കുട്ടിയമ്മ ചേച്ചി പല്ലാങ്കല് എന്നിവരെ പ്രത്യേകം അവരുടെ പ്രയത്നത്തിനും വെള്ളം വിറക് എല്ലാം ശേഖരിക്കുവാനായിട്ട് നമ്മൾ ഒപ്പം ഉണ്ടായിരുന്നു. അവരുടെ എല്ലാ അധ്വാനത്തിനും എല്ലാം ദൈവം നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മളെ സഹായിക്കാനായിട്ട് നമ്മുടെ ഇടവക പ്രതിനിധികൾ വന്നായിരുന്നു. ബെനിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മൾ 26 കുടുംബാംഗങ്ങളും ഒരേ ചരടിലെ ഒരു മാല പോണക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇത്രയേറെ വിജയമായത്. ആരും മാറി നിന്നില്ല. എല്ലാവരുടെയും വലിയ സഹകരണത്തിന് ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അത് എല്ലാവരുടെയും പേരിലുള്ള കൃത്യമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി വാർഷികം പ്ലാൻ ചെയ്തപ്പോൾ നമുക്കൊരു സ്ഥലമില്ലായിരുന്നു. നമ്മളിങ്ങനെ സ്ഥലത്തിന് വേണ്ടി അവിടെ ഇവിടെ എല്ലാം ആലോചിച്ചപ്പോൾ നമുക്കൊരു സ്ഥലം കിട്ടിയില്ല. ഏറ്റവും സ്നേഹത്തോടെ മിനി നമുക്ക് ഭവനം തന്നു. അതിന് പ്രത്യേകമായിട്ട് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഈ പാറയിൽ കുടുംബത്തിന് സമർപ്പിക്കുകയാണ്. അവരായി ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മുടെ ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട്. വെള്ളം വിറക് എല്ലാം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ സഹകരിച്ചു. നമുക്ക് വേണ്ടി ഈ സ്ഥലം ഒരുക്കി തന്ന പാറയിൽ കുടുംബത്തിന് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള വലിയ നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന സെന്റ് ജോസഫ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് സെന്റ് ജോസഫ് കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി എല്ലാവർക്കും അർപ്പിക്കുന്നു. നന്ദി. ഇതൊരു ചരിത്ര ദിവസം തന്നെയാണ്. നമ്മുടെ കുളമാവ് ഇടവകയിലെ സെന്റ് ജോസഫ് വാർഡിലെ കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളെല്ലാവരും ഞാൻ നോക്കിയായിരുന്നു. ഒരു സമയത്ത് ഒരു നമ്മുടെ പ്രോഗ്രാമിൽ തുടങ്ങുന്നൊക്കെ സമയത്ത് 50-60 പേരോളം. ഇപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ വീടുകളുള്ളതും അല്ലേ നമ്മുടെ നല്ലൊരു നമ്പറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ചേർത്താണ്. ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള അല്ലേ വാർഡുകൾ. അപ്പോൾ ശരിക്കും നിങ്ങൾ മാതാപിതാക്കളെ ശരിക്കും അനുമോദിക്കുകയാണ്. ഇതിനകത്ത് കഴിച്ചു. ഞാൻ
അതേത് അതാണോ പട്ടാളക്കാരൻ്റെ? ആ അത് കപ്പ തിന്നുന്നു. ഏതാ ബ്രെഡ് കഴിക്കുന്നത്? ഏതാ? എൻ്റെയാണ്. രാവിലെ തന്നെ ഒന്ന് തൊള്ള തുറന്ന് അലർന്നേ. പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായയും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം എന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യം ഇത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? ഇന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. നല്ല പിരിവാണോ ഇനി? അതൊന്നുമല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദേവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തക്കെട്ടുമ്പോ അതൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ ഇതിലേക്കും തോന്നുന്നില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോണ്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എല്ലാം കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിട്. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പി എടുക്കണം. എല്ലാവരോടും ആയിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോന്നെ? ഞാൻ മേരി ആന്റിക്ക് ഘർ സെ ലേ ആത്തി ഹൂം. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ, ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആ, ആരോ കഥകൾ മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. അച്ഛൻ്റെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചു നാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാടെ ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാ. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ചാ. ആ കടവല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്ന് വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു. ഓണത്തിനല്ലേ? ആ, എന്നാ വന്നേ.
ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരാണ്? മാവേലി? നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്, അച്ഛൻ കാണാത്ത. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞ ഇവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ചാ, സൗകര്യത്ത് വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞ് വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ റൂൾ. എന്റെ ദൈവമേ, ഇതിലും നല്ലത് പോകാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസോസ് 5:22 മുതലൊന്ന് വായിച്ചേ. ബൈബിളും ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലോ? ഇപ്പൊ മഴക്കാലല്ലേ? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടു കഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയിൽ പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്.